വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കൊണ്ട് ചെയ്തെടുക്കാവുന്ന ഒരു വെറൈറ്റി ഡിഷാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കുന്നത്. അല്പം ഗ്രേവി ഉള്ളതുകൊണ്ട് തന്നെ പുട്ടിൻ്റെ കൂടെയൊക്കെ നന്നായി കഴിക്കാൻ സാധിക്കുന്ന ഒരു കറി കൂടിയാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറി കൂടെ ചേർത്ത് നന്നായി കഴിച്ചു കഴിഞ്ഞാൽ നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണുക, ഇതുപോലെ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് പെരുംജീരകമാണ്. പെരുംജീരകം 1.5 ടേബിൾ സ്പൂൺ ഇതുപോലെ നിറച്ച് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 2 കഷ്ണം പട്ടയും 7 ഏലക്കായയും ചേർത്ത് നന്നായി അതൊന്ന് മൊരിയിച്ചെടുക്കണം. ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുരിവ് ഏകദേശം ആയി വരുമ്പോൾ അതിനുള്ളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. 3 ഇടത്തരത്തിലുള്ള സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ സവാളയിലേക്ക് ഉപ്പ് പിടിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. സാധാരണ നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും ഇതിൽ ചേർക്കുന്നത് പേസ്റ്റ് അല്ല, പീസുകളായിട്ടാണ്. ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനി ഒരു പിടി വറുത്തെടുത്ത കശുവണ്ടിയാണ്. കശുവണ്ടി ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. കാരണം ഇത് നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ പുട്ടിനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. ചോറിനോടൊപ്പം ഇതിനൊക്കെ നല്ലത് പുട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയോ പൊറോട്ടയോ പത്തിരിയൊക്കെയാണ് ഇത് കുറച്ചുകൂടി നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. ഇത്രയും ഇതിൻ്റെ മുരുവ കൃത്യമായിട്ട് വരുമ്പോൾ അടുത്ത സാധനങ്ങൾ നമുക്ക് ഓരോന്നായി ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബീഫിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മളങ്ങനെ അധികം ചെയ്യാറില്ല, കൂടുതൽ കറികളായിരിക്കും. ഇതെന്ന് വെച്ചാൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്. ഇതൊന്ന് മുരിഞ്ഞ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മണം വരുന്നുണ്ട്. കാരണം ഈ മസാല ഇങ്ങനെ ആദ്യം തന്നെ പെരുംജീരകം ചേർത്ത് കഴിഞ്ഞിട്ട് അത് മുരിഞ്ഞ് വരുമ്പോൾ തന്നെ പ്രത്യേക നല്ലൊരു മണമായിരിക്കും. ഇനി നമുക്ക് ഏകദേശം ആയതുകൊണ്ട് ഇത് ഗരം മസാലപ്പൊടിയാണ്. നേരത്തെ ചേർത്ത് തന്നെ പെരുംജീരകം ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ 1 ടേബിൾ സ്പൂൺ മാത്രം ഈ സമയത്ത് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതിലും ഒരു വൃത്തിയോടെ വന്ന് കഴിയുമ്പോൾ നമ്മൾ ചേർക്കുന്ന മുളക് പൊടിയാണ്. 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി മുരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ 3 തക്കാളി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കണം. തക്കാളിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഏകദേശം ഇതൊരായി വരുമ്പോൾ 1 ടേബിൾ സ്പൂണിന് പകരമായി 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം സവാളയിൽ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏകദേശം വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയ ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അതാണ് ഈ ഇറച്ചിക്കറിയുടെ മറ്റൊരു പ്രത്യേകത. നമ്മൾ നല്ല രീതിയിൽ അല്പം വെള്ളം ചേർത്തിട്ട് അരച്ച് നല്ല പേസ്റ്റൊക്കെ എടുക്കാം. ഇതുപോലെ നല്ല രീതിയിൽ പേസ്റ്റായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ആവശ്യമുള്ള ഇറച്ചി ആയതുകൊണ്ട് 1.5 കിലോ ഇറച്ചിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ നെയ്യ് കുറവായതുകൊണ്ട് തന്നെ 1 കഷ്ണം എക്സ്ട്രാ നെയ്യ് മാറ്റി വെച്ചിട്ടുണ്ട്. സാധാരണ എപ്പോഴും ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്, കാരണം നെയ്യ് നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ പറ്റും. 1.5 ടീസ്പൂൺ, ഇത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ചേർത്തിട്ട് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇനി വേണ്ടത് മിൽക്കി മിക്സിൻ്റെ തൈരാണ്. ഇത് ഒട്ടും പുളിയില്ലാത്ത എന്നാൽ നല്ല ടേസ്റ്റുള്ള തൈര്. 250 ml അളവിലെ തൈരാണ്. ആ തൈര് മുഴുവനായി ചേർത്ത് കൊടുക്കുക. ഇതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ കൈ ഉപയോഗിച്ചതുപോലെ തന്നെ ഈ തൈരും, അതുപോലെ തന്നെ കട്ടത്തൈരാണ്. ഈ കട്ടത്തൈരും അതുപോലെ ഇറച്ചിയോ ചേർത്തിട്ട് 1 മണിക്കൂർ മാറ്റി വെക്കാം. 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഇത് സമയമായിട്ടുണ്ട്. കുക്കറിനുള്ളിലേക്ക് ഈ തൈര് ചേർത്ത് മിക്സ് ചെയ്തിരിക്കുന്ന ഇറച്ചി ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവൻ ചേർത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ നല്ല അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടായിരുന്നല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്തതിന് ശേഷം 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മിക്സ് കഴിഞ്ഞ ശേഷം നമ്മൾ സാധാരണ ഇറച്ചി ഉപയോഗിക്കുന്ന പോലെ തന്നെ മൂടി വെച്ചിട്ട്, എൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ വരെ കേൾപ്പിക്കും. ഫസ്റ്റ് വിസിൽ കേട്ട് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. തീർച്ചയായും ഒരു വെറൈറ്റി ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും.
പുട്ടിൻ്റെ ഒപ്പം പ്രത്യേക നല്ല ടേസ്റ്റാണ്. ആദ്യം കാണിച്ച പോലെ തന്നെ ഒരു വെറൈറ്റി പുട്ടിൻ്റെ വീഡിയോ അടുത്ത കുറച്ച് ദിവസം കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്തോ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.